ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ISM ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ഫോണിൽ അല്ലെങ്കിൽ മംഗ്ലീഷ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിലോ അതുപോലെ ഡിസൈൻ സോഫ്റ്റ്വെയറുകളിലോ അഡോബ് ഇല്ലസ്ട്രേറ്ററിലോ അതുപോലെ തന്നെ പേജ് മേക്കറിലോ ഒക്കെ എങ്ങനെ ഇൻഡിസൈനിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം ഇത് അറിയില്ലാത്തവർക്ക് നമുക്ക് മുന്നോട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. നമ്മൾ നെറ്റിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫോണിൽ മാറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മാറ്റർ ഞാനിവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ലാപ്പിലേക്ക് മാറ്റുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് മാറ്റാവുന്നതാണ്. മാറ്റിയതിനു ശേഷം എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ ഇപ്പോൾ സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന മലയാളം എങ്ങനെ ഫോട്ടോഷോപ്പിൽ മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന്. അപ്പം ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പിലേക്ക് ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് കാണിക്കുകയാണ്. അതിനുവേണ്ടി ഞാനിത് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ വരും, അല്ലെങ്കിൽ കൺട്രോൾ ആയി കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ഷൻ വരും. അതിനുശേഷം ഇവിടുന്ന് കോപ്പി കൊടുക്കാം. ഈ കോപ്പി കൊടുത്തതിന് ശേഷം ഇവിടെ ഫോട്ടോഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് കൊടുക്കണം. എഡിറ്റിനകത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. പേസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. കറക്റ്റ് ആയിട്ടല്ല നമ്മുടെ മലയാളം ടൈപ്പ് ചെയ്തിരിക്കുന്നത് വരുന്നത്, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഏതാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ടൈപ്പിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ടൈപ്പിറ്റ് എന്ന് പറഞ്ഞ് നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ കോപ്പി ചെയ്തിരിക്കുന്ന മാറ്റർ ഇവിടെ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് എന്നുള്ള മാറ്റർ കൊടുക്കുക. പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് എന്ന് കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ആ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ ഇതിനകത്ത് പേസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇത് ഫുള്ളൊന്ന് വേണ്ടത്ര മാറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് വീണ്ടും കൺവേർട്ടിനകത്ത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോവാണ്. അതുകൊണ്ട് കൺവേർട്ട് കോപ്പി ടു EG സീരീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ FML ആണ് ഫോണ്ട് ഉപയോഗിക്കുന്നെങ്കിൽ FML കൊടുത്താലും മതി. ML തുടങ്ങി ആരംഭിക്കുന്ന ഫോണ്ടുകളാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ EG സീരീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തപ്പം ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്, കൺവേർട്ട് ടു EG സീരീസ് എന്ന്. അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഫോട്ടോഷോപ്പിൽ ചെല്ലുക. നമ്മൾ പഴയതുപോലെ തന്നെ ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റിനകത്ത് നിന്ന് പേസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാറ്റർ വരുന്നത്. വീണ്ടും ഞാൻ ഈ മാറ്റർ ഒന്ന് ഫുള്ള് സെലക്ട് ചെയ്യുകയാണ്. കാരണം ഫോണ്ട് മാറി കിടക്കുന്നത് കൊണ്ടാണ്, ഇംഗ്ലീഷ് ഫോണ്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൺട്രോളിലേക്ക് കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്ഷൻ ബാറിൽ പോയിട്ട് മലയാള ഫോണ്ട്, ഇവിടെ ML ഫോണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ML ഇന്ദുലേഖ എന്നുള്ള ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ML ഇന്ദുലേഖ എന്നുള്ള ഫോണ്ട് സെലക്ട് ചെയ്തു. എൻ്റെ ഫോണ്ട് സൈസ് ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. മുഴുവനും നിങ്ങൾക്ക് കാണാനായിട്ടാണ് സ്ക്രീനിൽ. ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഒരു തെറ്റും കൂടാതെ നമുക്ക് നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഡിസൈൻ സോഫ്റ്റ്വെയറിലേക്ക്, ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലോ പേജ് മേക്കറിലോ വേഡിലോ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ടൈപ്പിറ്റ് വഴി ഫോണിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ, അതായത് നിങ്ങൾക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് മാറ്റാവുന്നതാണ്. ISM അറിയാവുന്നവർ നമുക്ക് പേജ് മേക്കറിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ഇത് ISM അറിയില്ലാത്തവർക്ക് ഫോണിൽ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. ടൈപ്പ് ചെയ്യുന്ന വിധമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ
നമുക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ഗൂഗിൾ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ ടൈപ്പിലാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം ഗൂഗിൾ ടൈപ്പിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്റർനെറ്റിൽ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. അവിടെ ഗൂഗിൾ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ് ഞാനിവിടെ സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇത് കാണാവുന്നതാണ് സൈറ്റ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് വരും. ഇവിടെ നമ്മുടെ ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മലയാളം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ആരോയിലും ക്ലിക്ക് ചെയ്തിട്ട് മംഗ്ലീഷ്യ, നമസ്കാരം എന്നുള്ളവിടെ മംഗ്ലീഷിലൂടെ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ മംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അറിയില്ല എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫോണിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവിടെ ഓപ്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സുഖമാണോ? കണ്ടോ, ഇത് മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ടൈപ്പിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ടൈപ്പിറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് എന്ന് പറയുന്നതാണ്. യൂണിക്കോഡ് എന്ന് പറയുന്ന പേസ്റ്റ് ഫ്രം കൊടുത്തു. ഇനി നമ്മൾ ഇവിടുന്ന് കൺവേർട്ട് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റാൻ വേണ്ടി കോപ്പി ടു സെലക്ട് ചെയ്യുന്നു. കോപ്പി ടു ഈസി സീരിയസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഞാനിവിടെ ഫോട്ടോഷോപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഫോട്ടോഷോപ്പിൽ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അറിയില്ല എന്നാൽ നിങ്ങൾക്ക് സുഖമാണോ എന്നും. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. പുതിയതായിട്ട് പഠിച്ചു വരുന്ന അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കമന്റിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ഈ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അത് വെച്ചൊരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.